ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ ഈദൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ ഈദ് ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ പ്രത്യേകം എൻ്റെ ആശംസകൾ നേരുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു പായസമാണ്. ക്യാരറ്റും സേമിയയും കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു പായസമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴോ ഇപ്പോൾ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഈദിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാൻ ആവശ്യമായ സേമിയാണിത്. ഞാൻ ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ടുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് സേമിയാണ് പായസത്തിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. അത് ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ക്യാരറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1 ക്യാരറ്റ് ഇതിനായിട്ട് എടുത്താൽ മതി. ഇനി വേണ്ടത് കശുവണ്ടി, ഉണക്കമുന്തിരി, ആവശ്യത്തിന് നെയ്യ്. നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പശുവിൻ പാലാണ്. പായസത്തിന് പാല് വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൊഴുപ്പ് കൂടിയ പാല് വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പായസത്തിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മൾ കൊഴുപ്പ് കുറഞ്ഞ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പായസം നല്ല ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് പഞ്ചസാര, ഒരു 2-3 ഏലക്ക പൊടിച്ചത്. തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇനി അരിഞ്ഞെടുത്ത ക്യാരറ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തതിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഒന്ന് മൂത്ത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് വഴറ്റണം. കശുവണ്ടിയൊക്കെ മൂത്ത് ഉണക്കമുന്തിരിയൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കത് കോരി മാറ്റാം. ഈ നെയ്യിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. സേമിയ ഒന്ന് മൂത്ത് ഒരു നല്ല മണമൊക്കെ വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സേമിയൊക്കെ ഒന്ന് മൂത്ത് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആയി പോകരുത്. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം വറുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിനാണ് സേമിയ എടുത്തത് ആ കപ്പിന് തന്നെ 1 കപ്പ് തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. പാൻ മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ സേമിയയിലെ വെള്ളമെല്ലാം വറ്റി സേമിയ പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 തുടങ്ങി 3.5 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാം. ഈ സേമിയ പായസം കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും പിന്നെയും തിക്കായിട്ട് വരും. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പാല് ചേർത്തിട്ട് പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടുക, കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് ഇട്ടാലും മതി. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പായസം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. പായസമെല്ലാം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം.
ഏലക്കപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി കിസ്മിസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പായസം. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ ഇഫ്താറിനോ ഏതെങ്കിലും പാർട്ടിക്കോ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ക്യാരറ്റും കൂടി ചേർക്കുന്നതുകൊണ്ട് ഇത് നല്ല കളർഫുള്ളുമാണ്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി റെഡിയായ പായസം നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിന് മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയായിട്ട് ഗാർണിഷ് ചെയ്യാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.